അമ്മൂസും അപ്പൂസും ഇത് എവിടെ വന്നിരിക്കുക? അച്ചമ്മനെയും അപ്പാപ്പനെയും കാണാൻ വന്നതാണോ? ഓ, സ്കൂള് പൂട്ടിയോ? അത് ശരി. സ്കൂള് പൂട്ടിയാലും എപ്പോഴും എവിടെങ്കിലൊക്കെ ഇങ്ങനെ കറങ്ങാൻ ടൂറല്ലേ പോകുള്ളൂ. ഇവിടെ അച്ചമ്മന്റെ വീട്ടിലേക്കൊന്നും വരില്ലല്ലോ. ഈ പ്രാവശ്യം എന്താ അച്ചമ്മന്റെ വീട്ടിലേക്ക് വന്നത്? അത് അച്ഛനെയും അമ്മനെയും അവിടെ ഞങ്ങളുടെ കൂടെ വന്ന് ഇരിക്കുന്നും പറഞ്ഞാൽ കേൾക്കുന്നില്ല. അതാ ശരി, അവള് എപ്പോഴും അച്ഛമ്മ അപ്പാപ്പ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പൊ ശരി, കുറച്ച് ദിവസം നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ എന്നും വിചാരിച്ച് ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്നതാ അമ്മേ. ഓ, അച്ചമ്മന്റെ വീട്ടിക്ക് അമ്മൂസും അപ്പൂസും കൂടി വന്നതില് അച്ചമ്മയ്ക്കും അപ്പാപ്പനും ഒരുപാട് സന്തോഷമുണ്ട് മക്കളെ. പിന്നെ കുറച്ച് ദിവസം ഇരിക്കുമോ മോനെ? ലീവ് ഉണ്ടോ? ഓ, ലീവൊക്കെ ഉണ്ടമ്മേ. ഒരു 10 ദിവസം ലീവാക്കിയിട്ട് വന്നതാ. ശരി മോനെ, സന്തോഷം. ഐഷുമോളെ, എന്റെ പേരക്കുട്ടിനെ ഇങ്ങോട്ട് താ. നിങ്ങൾ ഇപ്പോഴല്ലേ വന്നത്. പോയി കൈമുഖമൊക്കെ കഴുകിയിട്ട് വരും, ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. ഇല്ലമ്മേ, ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ അപ്പൂസിനെയും അമ്മൂസിനെയും നോക്കിക്കോളെ. ശരി മോളെ, അപ്പൂസിനെ ഇങ്ങോട്ട് താ. അപ്പൂസേ, അച്ചമ്മന്റെ സ്വത്തുമണി, എവിടെ അപ്പാപ്പന്റെ വീട്ടിക്ക് വന്നതാണോ? എന്റെ അപ്പുകുട്ടി അവിടെ ചുമരൊക്കെ പിടിച്ച് ഇങ്ങനെ നടക്കാൻ തുടങ്ങി, നടവണ്ടിയൊക്കെ ഓട്ടിക്കാൻ തുടങ്ങിയെന്ന് നിന്റെ അച്ഛൻ പറഞ്ഞു. അച്ചമ്മയ്ക്ക് ഇച്ചിരി വയ്യാത്തത് കൊണ്ടേ അങ്ങോട്ട് വന്ന് എന്റെ കുട്ടികളെ കാണാനും എന്റെ കുട്ടി നടക്കണത് കാണാനും പറ്റിയില്ല എന്ന് വിചാരിച്ചതാ. അപ്പോഴേക്കും എന്റെ അപ്പുകുട്ടികൾ ഇങ്ങോട്ട് വന്നു. അത് അങ്ങനെ തന്നെ മക്കളെ. എന്റെ അമ്മക്കുട്ടി ഇതുപോലെ ചെറുപ്പത്തിൽ നടക്കാൻ തുടങ്ങുമ്പോ ഇങ്ങനെ തന്നെ പൊതേ പൊതേ പറഞ്ഞ് താഴെ വീണ് കരയും. പിന്നെ എണീറ്റ് ഇങ്ങനെ നടന്നല്ലേ നടക്കാൻ പഠിച്ചത്. അത് ശരി. അതുപോലെ ഇവിടെയും എന്റെ അപ്പുകുട്ടി ഈ വീട്ടിലെ ചുമരൊക്കെ പിടിച്ച് പിടിച്ച് നടക്കണം. പിന്നെ അയ്യോ, എന്റെ അപ്പുകുട്ടിക്ക് ഇവിടെ നടവണ്ടി വേണ്ടേ നടക്കാൻ? അപ്പപ്പാ, ഞങ്ങൾക്ക് നടവണ്ടി വേണല്ലോ. അതിനെന്താ, എന്റെ സ്വത്തുകുട്ടിക്ക് നടവണ്ടി ഉണ്ടാക്കാലോ. ഇന്ന് തന്നെ അപ്പാപ്പൻ പറ്റിയ നടവണ്ടി ഉണ്ടാക്കി തരി. ഓ ശരി ശരി, ഇന്ന് തന്നെ ഉണ്ടാക്കി തരാം. ഇന്ന് അപ്പാപ്പൻ എന്റെ മകന് നടവണ്ടി ഉണ്ടാക്കി തരും. ആ നടവണ്ടിയും കൊണ്ട് ഈ വീട് മൊത്തം നടക്കണം. അവിടെ നിങ്ങളുടെ വീട് പോലെയല്ല. അവിടെ ഇങ്ങനെ വീട്ടിന്റെ ഉള്ളിൽ തന്നെയല്ലേ നടവണ്ടി ഒട്ടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ വീട്ടിന്റെ അകത്തെ കുറേ സ്ഥലമുണ്ട്. എല്ലാം നമ്മുടേതാ. എല്ലാവിടെയും ഇങ്ങനെ നടവണ്ടി ഓട്ടി നടക്കാം. അപ്പൂസിന് നടവണ്ടി ഉണ്ടാക്കാം. അമ്മക്കുട്ടിക്ക് എന്താ വേണ്ടത്? മുരുക്കാണോ? അത് അച്ചമ്മ ഉണ്ടാക്കണ മുരുക്ക് തന്നെയാ. അത് അച്ചമ്മ ഇവിടുന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്നതാ. അത് നിനക്ക് വേണമെങ്കിലേ അച്ചമ്മ ഉണ്ടാക്കി തരാലോ. 30 മുരുക്കോ? നിറയെ മുരുക്ക് ഉണ്ടാക്കി തരാം മക്കളെ. വീട്ടിലേക്കോ? ഏത് വീട്ടിലേക്കാ? ഇതാണ് നമ്മുടെ വീട്. ഇവിടെ തന്നെ അച്ഛമ്മ മുരുക്ക് ഉണ്ടാക്കുക. അതെ മക്കളെ, ഇത് തന്നെ അച്ഛമ്മന്റെയും അപ്പാപ്പന്റെയും വീട്. പിന്നെ നിന്റെ അച്ഛനും ഇവിടെയാണ് ജനിച്ചത്, ഇവിടെയാണ് വളർന്നത്. പിന്നെ വലുതായിട്ട് ജോലിയൊക്കെ വാങ്ങിച്ച ശേഷമാണ് വേറെ വീട്ടിലേക്ക് പോയത്. പിന്നെ എന്റെ മക്കൾ ഇവിടെ വന്നിട്ടില്ലല്ലോ, അതുകൊണ്ടാ അച്ചാച്ചന്റെയും അച്ഛമ്മന്റെയും വീട് എന്റെ കുട്ടിക്ക് അറിയാത്തത്. അതെ അമ്മൂസേ, ഇതാണ് അച്ഛമ്മന്റെയും അപ്പാപ്പന്റെയും വീട്. ഇവിടെ തന്നെയാണ് ഇനി നിങ്ങൾ ഇരിക്കാൻ പോകുന്നത്. ഇതാണോ വീട്? വീടെന്നും പറഞ്ഞ വീട്ടില് ടിവി ഉണ്ടാവും, പിന്നെ ഫാൻ ഉണ്ടാവും, പിന്നെ ടിവി കാണാൻ സോഫ ഉണ്ടാവും, പിന്നെ ചാച്ച ഉറങ്ങാൻ റൂം ഉണ്ടാവും, അവിടെ കട്ടിലുണ്ടാവും, പുതപ്പുണ്ടാവും, പിന്നെ ചോറുമമ്മ ചെയ്യാൻ ഇടവുണ്ടാവും, അവിടെ പാത്രങ്ങളൊക്കെ ഉണ്ടാവും. ഈ വീട്ടിൽ ഒന്നുമേ ഇല്ല. ഇവിടെയാണോ അച്ഛമ്മയും അച്ചാച്ചനും ഇരിക്കുന്നത്? അച്ഛമ്മേ, ഇതാണോ അച്ഛമ്മന്റെയും അപ്പാപ്പന്റെയും വീട്? ഇവിടെയാണോ അച്ഛമ്മയും അപ്പാപ്പയും ഇരിക്കുന്നത്? അതെ അമ്മൂസേ, ഇതാണ് അച്ഛമ്മന്റെയും അപ്പാപ്പന്റെയും വീട്. ഇവിടെയാണ് ഇത്രയും കാലം അച്ഛമ്മയും അപ്പാപ്പനും ഇരിക്കുന്നത്. അച്ഛമ്മേ, വീടെന്നും പറഞ്ഞ ടിവി, പിന്നെ സോഫ, കട്ടില് എല്ലാം ഉണ്ടാവില്ലേ? ഇവിടെ ഒന്നുമേ ഇല്ല. ഓ,
ഇവിടെ അമ്മൂസിന്റെ വീട്ടിലുള്ള പോലെ ടിവിയും സോഫയും കട്ടിലും ഒന്നും ഇല്ലെന്നാണോ നീ നോക്കുന്നത്? അത് ശരി അമ്മൂസേ, ഇത് അച്ഛമ്മന്റെയും അപ്പാപ്പന്റെയും വീടല്ലേ. ഇവിടെ ഈ ടിവി സോഫ ഇതൊന്നും ഇല്ല. പിന്നെ അതൊന്നും അപ്പാപ്പനും അച്ഛമ്മയ്ക്കും ആവശ്യമില്ല. ആവശ്യമില്ലേ? എന്തേ ടിവി ഇല്ലാതെ എങ്ങനെ ഇരിക്കും? അപ്പൊ അച്ഛമ്മയും അപ്പാപ്പനും ടിവി കാണില്ലേ? അതിന് അച്ഛമ്മയ്ക്കും അപ്പാപ്പനും ടിവി കാണാനൊക്കെ സമയമില്ലടാ. സമയമില്ലേ? അപ്പൊ എന്ത് ചെയ്യും? അത് കാലത്ത് എണീറ്റ് വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ് അച്ഛമ്മയും അപ്പാപ്പനും കൂടെ ഇവിടെ പാടത്തിലേക്ക് പോകും. പാടത്തിൽ പോയി അവിടെ കുറേ പണികളൊക്കെ ഉണ്ട്. കൃഷി ഉണ്ടാക്കണം, പിന്നെ പച്ചക്കറികൾ ഉണ്ടാക്കണം. എല്ലാ പണിയും കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ തന്നെ വൈകുന്നേരമാവും. അതിന്റെ ശേഷം വീട്ടില് കഴിക്കാനൊക്കെ ഉണ്ടാക്കി ഭക്ഷണം കഴിച്ചിട്ട് കിടന്നു ഉറങ്ങും. പിന്നെയും കാലത്ത് എണീറ്റ് വീട്ടിലെ പണിയൊക്കെ ചെയ്ത് പാടത്തിലേക്ക് പോകും. ഇതാണ് അച്ഛമ്മന്റെയും അപ്പാപ്പന്റെയും പണി. ഇതില് വീട്ടില് സോഫയിലിരുന്ന് ടിവി കാണാനൊക്കെ എവിടെയാ സമയം? അപ്പൊ അച്ഛമ്മക്കും അപ്പാപ്പയ്ക്കും ടിവി വേണ്ടെങ്കിൽ അമ്മൂച്ചിന് ടിവി വേണല്ലോ. അമ്മൂച്ചിന് ഇവിടെയല്ലേ ഇട്ടുള്ളൂ. അപ്പൊ ടിവി വേണം. ടിവി കാണാതിരുന്ന അമ്മൂച്ചി ബോറടിക്കില്ലേ? മക്കളെ, അത് അവിടെ നിങ്ങളുടെ വീട്ടില് ടി വി കാണാതിരുന്ന ബോറടിക്കും. പക്ഷെ ഇവിടെ ടി വി ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അമ്മുക്കുട്ടിക്ക് കളിക്കാൻ ഇവിടെ കുറേ വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് ബോറൊന്നും അടിക്കില്ല. ഇല്ല, അമ്മൂച്ചിന് ടിവി തന്നെ വേണം. ചിൻചാൻ കാണണം, ഡോറേമോൻ കാണണം, പിന്നെ ടോം കാറ്റൊക്കെ കാണണം. ടിവി ഇല്ലെങ്കിൽ അമ്മൂച്ചി വീട്ടിൽ ഇരിക്കില്ല. അയ്യോ, എന്താ അമ്മൂസ ഇങ്ങനെ പറയുന്നത്? ഇവിടെ അപ്പാപ്പന്റെ വീട്ടില് ടിവി ഒന്നും ഇല്ലല്ലോ. ടിവി ഇല്ലെങ്കിൽ അമ്മൂച്ചി ഇവിടെ ഇരിക്കില്ല. അയ്യോ, എന്താന്ന് കുട്ടി ഇങ്ങനെ പറയുന്നത്? എടി, നീ ഒന്നും വിഷമിക്കണ്ട. അവള് കുട്ടിയല്ലേ. അവളവിടെ ഈ ടിവിയും ഫോണും ഇതൊക്കെ നോക്കിയിട്ട് അവിടെ വീട്ടിൽ തന്നെ ഇരുന്നതല്ലേ. അതുകൊണ്ട് അവൾ ഇങ്ങനെ തന്നെ പറയും. ഇവിടെ കളിക്കാൻ എന്തുമാത്രം വിഷയങ്ങളൊക്കെ ഉണ്ടെന്ന് കുട്ടിക്ക് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ടി വി ഇല്ലെങ്കിൽ ബോറടിക്കുന്നതാണ് അവള് വിചാരിക്കുന്നത്. ടി വി ഇല്ലെങ്കിലും ഇവിടെ കളിക്കാൻ എന്തൊക്കെ വിഷയങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞാ പിന്നെ അവൾ ഇങ്ങനെ പറയില്ല. മക്കളെ വിഷമിക്കണ്ട. അപ്പാപ്പിന്റെ വീട്ടില് ടി വി ഇല്ല. പക്ഷെ അതിനും പറഞ്ഞ അമ്മൂസിന്റെ ബോറൊന്നും അടിക്കില്ല. ഇവിടെ അമ്മൂസിന് ബോറടിക്കാതെ കളിക്കാൻ കുറേ വിഷയങ്ങളുണ്ട്. അതൊക്കെ അപ്പാപ്പൻ കാണിച്ചു തരാം. അപ്പൊ അമ്മൂസ് തന്നെ പറയും, ഇവിടെ ടി വി ഇല്ലെങ്കിലും ബോറടിക്കുന്നില്ല, ഇവിടെ കളിക്കാൻ കുറേ വിഷയങ്ങളുണ്ട്, അമ്മൂസ് ഇവിടെ തന്നെ ഇരിക്കുമെന്ന് പറയും. ഇല്ല, അമ്മൂച്ചിക്ക് ടിവി തന്നെ വേണം. ടിവി ഇല്ലെങ്കിൽ അമ്മൂച്ചി ഇവിടെ ഇരിക്കില്ല. ഇത് അപ്പൂച്ചേ, ഇവിടെ ടിവിയേ ഇല്ല. നമുക്ക് ഡോറേമോൻ, ചിൻചാൻ, ടോം കാറ്റ്, പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ബേബി ഷാർക്ക് ഇതൊന്നും നമുക്ക് കാണാനേ പറ്റില്ല. അതേതാ ബേബി ഷാർക്ക്, ആ പാട്ടൊന്നും നമുക്ക് കാണാനേ പറ്റില്ല. ഇവിടെ ടിവിയേ ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഇരുന്ന് നമുക്ക് ബോറടിക്കും. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ പോവാ. അവിടെ തന്നെ ടിവി ഉള്ളത്. നമുക്ക് അച്ഛക്കോട്ട് പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ പോവാ. ഇവിടെ നമുക്ക് ബോറടിക്കും. ഇവിടെ ടിവിയും ഇല്ല, സോഫയില്ല, കട്ടിലില്ല, ഇവിടെ ഒന്നുമില്ല. നമുക്ക് ഇവിടെ ഇരിക്കണ്ട. നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാ. ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ വീഡിയോയിലേക്ക് ഒരു ലൈക്ക് ഇടണം. വീഡിയോ എങ്ങനെയുണ്ടെന്ന് മറക്കാതെ കമന്റ്സിൽ പറയണം. വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. റിയ കുട്ടി നിങ്ങളെ കാണാൻ നാളെ വരാം ട്ടോ. ബൈ.